ദൈവമക്കൾക്ക് കാണാതറിയാവുന്ന ഒരു വാക്യമാണ്. എന്നാൽ ആ സംഭവമല്ല നാം ചിന്തിക്കുന്നത്. ആ വാക്യത്തിൽ നിന്ന് ചില ചിന്തകൾ നിങ്ങളുമായി പങ്കുവെക്കാം. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 2-ാം അധ്യായം അതിന്റെ 1-ാം വാക്യം. 3-ാം നാൾ ഗലീലയിലെ കാനാവിൽ ഒരു കല്യാണമുണ്ടായി. 3-ാം നാൾ ഗലീലയിലെ കാനായിൽ ഒരു കല്യാണം ഉണ്ടായി. സ്തോത്രം. ഈ വാക്യത്തെ ആസ്പദമാക്കിയാണ് ഇന്നും നാളെയും നാം ചിന്തിക്കുവാൻ താല്പര്യപ്പെടുന്നത്. അങ്ങനെയൊക്കെ പറയും, പക്ഷെ പോകുന്ന എങ്ങനെയാണെന്ന് അറിയത്തില്ലല്ലോ. നമുക്ക് വളരെ പ്രാർത്ഥനയുടെ ദിവസങ്ങളിലായിരിക്കാം. സ്തോത്രം. ക്രിസ്തീയ ജീവിതത്തിലെ 3 ദിവസങ്ങളെക്കുറിച്ചാണ് നാം ചിന്തിക്കാൻ പോകുന്നത്. ക്രിസ്തീയ ജീവിതയാത്രയെ നമുക്ക് 3 കാലഘട്ടങ്ങളായി 3 സ്റ്റേജസ് ആയിട്ട് തിരിക്കാൻ പറ്റും. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഒക്കെ നാം എടുത്തു കഴിഞ്ഞാൽ നാം വന്ന വഴികളും നടന്നുകൊണ്ടിരിക്കുന്ന വഴികളും പോകുവാനുള്ള ദേശം, ഇങ്ങനെ 3 കാലഘട്ടങ്ങളായി ക്രിസ്ത്യ ജീവിതത്തെ നമുക്ക് വിഭാഗിക്കാൻ കഴിയും. അതിനെക്കുറിച്ചൊരു ചിന്തയാണ് പങ്കുവെക്കാൻ പോകുന്നത്. അപ്പോൾ തന്നെ അതിൻ്റെ പ്രാരംഭത്തിലെ ആ പദത്തിൽ നിന്ന് ചില ഈ പരിശുദ്ധാത്മാവ് എൻ്റെ ഹൃദയത്തോട് സംസാരിച്ച ചില ദൂതുകളുടെ നിങ്ങളുമായി ഞാൻ ആരംഭത്തിൽ പങ്കുവെക്കാം. ഈ ഭാഗത്തിലേക്ക് വരുന്നതിന് മുമ്പ് ഇവിടെ നാം വായിക്കുന്നത് അപ്പോസ്തലനായ യോഹന്നാൻ ഗലീലയിലെ കാനായിൽ വെച്ച് നടന്ന ഒരു കല്യാണത്തെക്കുറിച്ച് എഴുതുന്നത്. സ്തോത്രം. ഗലീല എന്ന സ്ഥലം, ഹല്ലേലൂയ. ഒരിക്കൽ ഈ ഗലീലയുടെ ചരിത്രം പഠിച്ചു കഴിഞ്ഞാൽ, സ്തോത്രം, ഹല്ലേലൂയ, അത് അത്ര നമുക്ക് എടുത്തു പറയത്തക്കവണ്ണം ഹല്ലേലൂയ വളരെ സന്തോഷം തരുന്നൊരു സ്ഥലമല്ലായിരുന്നു. ആ ഗലീലയിലെ സ്ഥലത്തെക്കുറിച്ച് പറയുന്നത് ഇരുട്ടുമൂടിയ സ്ഥലം, ജാതികളുടെ ഗലീല, കാബൂൾ എന്നൊക്കെ ആയിരുന്നു ഗലീലയിലെ സ്ഥലം. ആ ഗലീലയുടെ അറിയപ്പെടുന്നത് 20 പട്ടണങ്ങൾ അടങ്ങിയ ഒരു പ്രൊവിൻസ് ആയിരുന്നു ഗലീല എന്ന നാട്. സ്തോത്രം. എന്നാൽ മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായം 14-15 വാക്യങ്ങൾ, ലൂക്കോസ് 4-ാം അധ്യായത്തിന്റെ 13 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ യേശുവിന്റെ പാദസ്പർശനം നിമിത്തം ഗലീലയുടെ സ്ഥിതി മാറി. ഹല്ലേലൂയ. നാം ഇങ്ങനെ വായിക്കുന്നത്, യേശു ആത്മാവിന്റെ ശക്തിയോടെ ഗലീലയിലേക്ക് വന്നു. ഇനി മത്തായിയിൽ വായിക്കുന്നു, ഇരുട്ടിൽ സെബുലൂനിലും നഫ്താലി സ്ഥലത്തുമുള്ള ജനങ്ങൾ, ഗലീല ദേശത്തും അക്കരെയുള്ള ജനം, ഗലീല ജാതികളുടെ ഗലീലയുള്ളവർ, ഇരുട്ടിൽ ഇരുന്നവർ വലിയൊരു വെളിച്ചം കണ്ടു, മരണം നിഴലിൽ ഇരുന്നവർക്ക് പ്രകാശം ലഭിച്ചു. സ്തോത്രം. ആത്മശക്തിയോടെ യേശുവിൻ്റെ പാദസ്പർശനം ഗലീലയുടെ മണ്ണിലെത്തിയപ്പോൾ 20 പട്ടണങ്ങൾ, സോരും സീദോനും കഫർനഹൂമും ഒക്കെ ഹല്ലേലൂയ ചേരുന്ന, ബെഥാനിയും ബത്സയിദയും ഒക്കെ ചേരുന്ന നാം അറിയപ്പെടുന്ന 20 പട്ടണങ്ങളിൽ ഇന്നുവരെ ഉണ്ടാകാത്ത വെളിച്ചം വ്യാപരിച്ചു. മരണഭീതിയിലായിരുന്ന ജനത്തിന് ഒരു പ്രകാശം ലഭിച്ചു. സ്തോത്രം. അതിൻ്റെ ചരിത്രം ഒന്ന് പറഞ്ഞിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. ദൈവവചന ശുശ്രൂഷ 3 രീതിയിലാണ് ദൈവവചന ശുശ്രൂഷ. ഒന്ന് ഇൻഫോർമേറ്റീവാണ്, ദൈവവചന കേൾവിയിൽ കൂടെ നമുക്ക് കാര്യങ്ങൾ ഗ്രഹിക്കണം. 2 ഹല്ലേലൂയ അത് ഇൻസ്ട്രക്റ്റീവാണ്, ഉപദേശ രൂപേണയാണ്, ശാസന ഉണ്ടായിരിക്കും, അതിനകത്ത് തർജ്ജന ഉണ്ടായിരിക്കും. 3 ഇൻസ്പിറേറ്റീവാണ്, നമുക്ക് പ്രചോദനം ഉണ്ടായിരിക്കും. പലപ്പോഴും നാം ഇതിനെ 3ആയിട്ട് കാണും. ചില പ്രസംഗങ്ങൾ ഇൻഫോർമേഷൻ മാത്രമേ കാണത്തുള്ളൂ. ഇവിടുന്ന് ചന്ദ്രനിലേക്കുള്ള ദൂരം, ചന്ദ്രനിൽ നിന്ന് സൂര്യനിലേക്കുള്ള ദൂരം, സൂര്യനെ ചുറ്റിയ നക്ഷത്രങ്ങൾ, ഇതെല്ലാം പറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ നക്ഷത്രം എണ്ണി പോകും. അങ്ങനെ ഒരു കാലഘട്ടമുണ്ട്. ഇൻഫോർമേഷൻ മാത്രമാകരുത്. 2 ഇൻസ്ട്രക്ഷൻ. കയറിയാൽ ഉടനെ അവസാനം വരെ നിങ്ങളെ വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കും. അത് ഇൻസ്ട്രക്റ്റീവ് അല്ല. എന്നാൽ ഇതെല്ലാം കൂടെ ചേർന്ന് ശാസനത്തിനും ഗുണീകരണത്തിനും നീതിയിലെ അഭ്യസനത്തിനും പ്രയോജനം തരുന്നതാണ് ദൈവത്തിൻ്റെ വചനം. അത് ഇൻസ്പിറേഷനും തരുന്നതാ, നമുക്ക് ആത്മചൈതന്യം കൂടെ ഉണ്ടാക്കുന്നതാ ദൈവ വചന കേൾവി. സ്തോത്രം. ഗലീലയുടെ ചരിത്രം നാം പഠിച്ചു കഴിഞ്ഞാൽ 1 രാജാക്കന്മാരുടെ പുസ്തകം 9-ാം അധ്യായം അതിൻ്റെ 10 മുതൽ 13 വരെയുള്ള വാക്യങ്ങളാണ് അതിൻ്റെ ചരിത്രം. ഞാൻ അവിടെ എഴുതി കുറിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിലും എല്ലാ വാക്യങ്ങളും നാം വായിക്കുന്നില്ല, ആവശ്യമുള്ളത് മാത്രമേ വായിക്കുന്നുള്ളൂ. ചരിത്രം ഇതാണ്. ദാവീദിന്റെ ജ്ഞാനിയായ മകനായ ശലോമോൻ തനിക്ക് ആലയം പണിയുവാൻ നിയോഗം ലഭിച്ചു കഴിഞ്ഞപ്പോൾ ആലയം പണിക്ക് സകലതും വട്ടം കൂട്ടി ഒരുക്കി പണി തുടങ്ങിയിരിക്കുമ്പോൾ അല്പം തടിയുടെ കുറവുണ്ടായി. തടിയുടെ കുറവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സരളവൃക്ഷവും വേണം, ദേവദാരുവും വേണം. അന്വേഷിച്ച് ചെന്നപ്പോൾ സോർ രാജാവായ ഹീരാമിന്റെ വനത്തിനകത്ത് ഇഷ്ടം പോലെ സരളവൃക്ഷമുണ്ട്, ഇഷ്ടം പോലെ ദേവദാരു ഉണ്ട്. അതുകൊണ്ട് ഹീരാമിന് കത്ത് കൊടുത്ത് ആളയച്ചിട്ട് വിളിച്ചു പറഞ്ഞു, എനിക്കിങ്ങനെ ആലയം പണിയണം, ഞാൻ പണിയാൻ പോകുന്ന ആലയം വലുതാണ്, കാരണം ഞങ്ങളുടെ ദൈവം വലിയവനായ ദൈവമാണ്. സ്തോത്രം. ഹല്ലേലൂയ. ദൈവം വലിയവനായതുകൊണ്ട് ദൈവത്തിന് കൊടുക്കുന്നത് മഹത്വമുള്ളത്, വലുപ്പമുള്ളതായിരിക്കണം. അതിനാ നാം ഈ സ്തോത്രമൊക്കെ പറയുമ്പോൾ ഹല്ലേലൂയ ഏറ്റവും ഉച്ചത്തിൽ പറയുന്നത്. ദൈവത്തിന് കൊടുക്കുന്നത് ഏറ്റവും മെച്ചമായതായിരിക്കണം. ഹല്ലേലൂയ. സ്തോത്രം കൊടുക്കുമ്പോൾ, സമയം കൊടുക്കുമ്പോൾ, തലമുറയെ കൊടുക്കുമ്പോൾ, എന്ത് ദൈവത്തിന് കൊടുത്താലും ഏറ്റവും നല്ലത്. കാരണം ദൈവം നമുക്ക് തന്നത് ഏറ്റവും നല്ലതാണ്.
ഹല്ലേലൂയ. ചെങ്കടൽ മുറിക്കാൻ വേണ്ടി സ്വർഗത്തിന് 5 പൈസയുടെ ചെലവൊന്നുമില്ല. കാനായിലെ പച്ചവെള്ളം വീഞ്ഞാക്കാൻ വേണ്ടി സ്വർഗത്തിന് മുതൽ മുടക്കമൊന്നുമില്ല. ആകാശത്തിലെ പർവ്വജാതിയിലും കാട്ടിലെ മൃഗങ്ങളും ഇഴജന്തുക്കളും സകലതും വാക്കിനാൽ ഉളവായതാ. സൃഷ്ടി നടത്താൻ വേണ്ടി ദൈവത്തിന് ഒരു ചെലവും ഉണ്ടായിട്ടില്ലെന്നേ. സ്തോത്രം. നാം പറയുന്ന വലിയ അത്ഭുതങ്ങളൊക്കെ അല്ലെങ്കിൽ ദൈവത്തിന് അല്ലെങ്കിൽ ഒരു വാക്ക് മാത്രമേ ചെലവുള്ളൂ. പക്ഷേ എന്നെയും നിങ്ങളെ വീണ്ടെടുക്കുവാൻ സ്വർഗം വിട്ടുതന്നത് തൻ്റെ സ്വന്തം പുത്രനെയാണ്. അല്ലല്ലേ? സ്വർഗം മുതൽ മുടക്കിയത് കൊണ്ട് ആ മുതൽ മുടക്ക് തിരിച്ചറിഞ്ഞവർ, അതിൻ്റെ ആഴം അറിയുന്നവർ ആത്മാവിൽ ദൈവത്തെ ആരാധിക്കും. അവർ മനം മടുത്തു പോകാതെ, മനസ്സ് മടുത്തു പോകാതെ, ഹല്ലേലൂയ, ശരീരത്തിൽ കുഴഞ്ഞു പോകാതെ അവർ ആത്മശക്തിയോടെ ദൈവത്തെ സ്തുതിച്ചുകൊണ്ടേയിരിക്കണം. സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെ ഹീരാമിന് കത്ത് കൊടുത്തു. കത്ത് കിട്ടിയ ഉടനെ ഹീരാമിന് വളരെ സന്തോഷമായി. ഹീരാം കത്തിന് മറുപടി കൊടുത്തു. മറുപടി ഇതായിരുന്നു: ദാവീദ് രാജാവ് എൻ്റെ സ്നേഹിതനായിരുന്നു. ദാവീദ് രാജാവിന് ഇത്രയും ജ്ഞാനിയായ ഒരു മകനെ നിങ്ങളുടെ ദൈവം കൊടുത്തതിൽ എനിക്കും സന്തോഷമുണ്ട്. അല്ലയ്യ, അതുകൊണ്ട് ശലോമോനെ, അല്ലി, നിനക്ക് വേണ്ട സകല വൃക്ഷങ്ങളും സകല അല്ലയ്യ അതിനുള്ള ആവശ്യ വസ്തുക്കളും ഞാൻ തന്നുകൊള്ളാം. സ്വന്തം കയ്യാൽ ഒപ്പ് എൻ്റെ ജോലിക്കാര് ചങ്ങാടം കെട്ടി കടൽ വഴിയായി അതവിടെ എത്തിച്ചു തരും. അവർക്ക് 3 നേരം കഞ്ഞി കൊടുത്തോണം. ഇത് മാത്രമേ ഉള്ളായിരുന്നു ഹീരാമിൻ്റെ ഡിമാൻഡ്. അങ്ങനെ ഹീരാം പറഞ്ഞതുപോലെ അല്ലെ സരള വൃക്ഷവും ദേവദാരും, എടുത്തു പറയുന്നു സ്വർണവും ആലയം പണിക്ക് ധാരാളം കൊടുത്തു. സന്തോഷ സൂചകമായിട്ട് ശലോമോൻ ആധാരം എഴുതി ഒരു ഗലീലയിലെ 20 പട്ടണം 6 പേരിലാക്കി കൊടുത്തു. ഹീരാമിന്റെ പേരിൽ കൊടുത്തു. ഇനി അതാണ് അവിടെ വായിക്കുന്നത്. അങ്ങനെ ഈ കിട്ടിയ സന്തോഷത്തിന് ഹീരാം സ്ഥലം ഒന്ന് കാണാൻ വേണ്ടി വന്നു. കാബൂൽ ഇങ്ങനെ വന്നിട്ട് ഹീരാം ഗലീലയിലെ 20 പട്ടണങ്ങൾ കണ്ടിട്ട് ഹീരാം ചോദിച്ചു, എൻ്റെ സഹോദരൻ എന്നോട് ഈ ചതി എന്നാ ചെയ്തു? അവിടെ എഴുതിയിരിക്കുന്ന പദം അതാ, നീ എന്നോട് ചെയ്തത് എന്ത്? അവൻ ആ സ്ഥലം ഇഷ്ടപ്പെട്ടില്ല. ആ ദേശം കാബൂൾ എന്നറിയപ്പെടുന്നു. അങ്ങനെ അല്ലല്ലുയ്യ 20 പട്ടണങ്ങൾ സമ്മാനം കിട്ടിയവന് അല്ല ഇഷ്ടപ്പെടാത്ത കാബൂൾ ദേശമായ ഗലീല പട്ടണം ദാവീദിന്റെ സൈന്യശക്തിക്കോ ശലോമോന്റെ ബുദ്ധിക്കോ ജ്ഞാനത്തിനോ ഹീരാമിന്റെ സമ്പത്തിനോ മാറ്റിമറിക്കുവാൻ കഴിയാത്ത ഗലീല പട്ടണത്തെ യേശുവിന്റെ പാദം തൊട്ടപ്പോൾ അവിടെ വെളിച്ചം വ്യാപരിച്ചു. ഹല്ലേലൂയ. ഇന്ന് രാത്രി സുവിശേഷമാണ് ദേശത്തെ മാറ്റിമറിച്ചത്. സുവിശേഷമാണ് കാലഘട്ടങ്ങളെ മാറ്റിമറിച്ചത്. സുവിശേഷമാണ് ജീവിതങ്ങളെ മാറ്റിമറിച്ചത്. ഇന്ന് രാത്രിയും ദേശത്തിന് മാറ്റം വരുത്തുവാൻ, സമൂഹത്തിന് മാറ്റം വരുത്തുവാൻ, നമുക്ക് അടിസ്ഥാനപരമായി മാറ്റം വരുത്തുവാൻ കഴിവുള്ളത് പണത്തിനും ധനത്തിനും മാനത്തിനും യുക്തിക്കും ജ്ഞാനത്തിനും അറിവിനും വിവേകത്തിനുമല്ല. അത് ദൈവവചനത്തിനും യേശുവിൻ്റെ ശക്തിക്കും മാത്രമേ ഉള്ളൂ. വിശ്വസിക്കും. ഇന്ന് രാത്രിയും അവന്റെ പാദസ്പർശനമേറ്റാൽ, അവനൊന്ന് നോക്കിയാൽ, അവൻ വിരൽ ചൂണ്ടിയാൽ, അവൻ കൽപ്പിച്ചാൽ, അവൻ സ്പർശിച്ചാൽ ഇന്ന് രാത്രിയും ജീവിതങ്ങൾക്ക് മാറ്റമുണ്ടാകും. ഇരുട്ടിലിരുന്ന ജനം വെളിച്ചം കണ്ടു. ഹല്ലേലൂയ. ആ പിന്നീടുള്ള യേശുവിൻ്റെ കാലഘട്ടത്തിലെ 20 പട്ടണങ്ങൾ, 20 എണ്ണം പറയണമെന്നുണ്ട്, പക്ഷെ അതിനുള്ള സമയമല്ലാത്തത് കൊണ്ട് 1-2 പറഞ്ഞു പോവുകയാണ്. അതുകൊണ്ടാണ് മീക 5:2 പ്രവചനയാത്മാവിൽ പ്രവാചകൻ എഴുതി വെച്ചു, ഹല്ലേലൂയ, നീയോ യഹൂദ സഹസ്രങ്ങളിലെ ഹല്ലേലൂയ ബേത്ലഹേമേ, നീ യഹൂദ സഹസ്രങ്ങളിൽ ഏറ്റവും ചെറുതാണെങ്കിൽ, ഗലീല പട്ടണത്തോട് ചേർന്ന് കിടക്കുന്ന ബേത്ലഹേം ഹല്ലേലൂയ ആ പ്രൊവിൻസിൽ ഏറ്റവും ചെറുതാണെങ്കിലും ഹല്ലേലൂയ ജനത്തിന്റെ അധിപതിയായവൻ നിന്നിൽ നിന്ന് ഉത്ഭവിച്ചു വരും. അവന്റെ ഉത്ഭവം പണ്ടേ ഉള്ളതായിരിക്കും. തുടർന്നങ്ങോട്ട് ചരിത്രം പറയുന്നു, നസറേത്ത് ഹല്ലേലൂയ ഒരു ഗുണവുമില്ലാത്ത സ്ഥലമായിരുന്നു. നദനിയേൽ പോലും ചോദിച്ചു, നസറേത്തിൽ നിന്ന് വല്ല ഗുണവും വരുമോ എന്ന്. ഗുണം വരുമോ എന്ന് ചോദിച്ച നാടിന്റെ പേരിൽ നസ്രേനായ യേശു എന്ന് അറിയപ്പെടത്തക്കവണ്ണം പട്ടണത്തിന്റെ സ്ഥിതികളെ സ്വർഗം മാറ്റിമറിച്ചു. ഇരുട്ടിൽ കിടന്ന നസ്രയത്ത് എന്ന ഗ്രാമം നസ്രയാന്റെ പേരിൽ അറിയപ്പെടുവാൻ തുടങ്ങി. ബെദാനിയ എന്ന വാക്കിന്റെ അർത്ഥം ഹൗസ് ഓഫ് അൺറൈപ്ഡ് ഡേറ്റ്സ് എന്നാണ്. മൂക്കാത്ത അൺറൈപ്ഡ് ഫിക്സ് എന്നാണ്. മൂക്കാത്ത അത്തിപ്പഴത്തിന്റെ നാടാണ്. കായ്ച്ചു പൂത്ത് ഉലഞ്ഞ് പഴം അങ്ങോട്ട് മൂത്ത് വരുമ്പോൾ കൊഴിഞ്ഞു പോകുന്നതാണ് ബെദാനിയ. 3 അനുഭവങ്ങൾ. ഒന്ന് ഹല്ലേലൂയ കെട്ടപ്പെട്ട കഴുത, ആരാധന മൂപ്പെത്തത്തില്ല. സ്തോത്രം. കഴുതയും കുട്ടിയും കുറ്റിയോട് ചേർത്ത് വെച്ചിട്ട് യെരുശലേമിൽ ഇന്ന് വരെ പോകുവാൻ ഭാഗ്യം ലഭിക്കാതെ ഒരു കുറ്റിയും അതിൻ്റെ നീളമുള്ള കയറുമായി മാത്രം കറങ്ങി നടന്ന കഴുതയെ സ്വർഗം ആളയച്ച് ആ കഴുതയുടെ അപ്പൻ പോയിട്ടില്ലാത്ത, ആ കഴുതയുടെ അമ്മ പോയിട്ടില്ലാത്ത ഏതെങ്കിലും കഴുത യെരുശലേമിൽ വന്നാൽ കല്ലെറിഞ്ഞു കൊല്ലണമെന്നും, കഴുതയെ വീണ്ടെടുക്കേണ്ടതിന് കഴുതയെ കടിഞ്ഞൂലിനെ കഴുത്ത് ഞെരിച്ച് കൊല്ലണമെന്നും ന്യായപ്രമാണം അവിടെ നിൽക്കും.
നിൽക്കുമ്പോൾ അതിന്റെ പുറത്ത് വാഹനമേറി അപ്പൻ കണ്ടിട്ടില്ലാത്ത, അമ്മ കണ്ടിട്ടില്ലാത്ത യെരുശലേമിന്റെ തെരുവീതിയിൽ കൂടെ വിരിച്ച വസ്ത്രത്തിന്റെ മുകളിൽ കൂടെ അതിനെ നടത്തിക്കൊണ്ടുപോയി ആരാധനയുടെ മഹത്വത്തിലേക്ക് ചേർത്തുവെങ്കിൽ, ഹല്ലേലൂയ, ആരാധനയുടെ സൗരഭ്യം അനുഭവിക്കാത്ത കെട്ടപ്പെട്ട് കിടക്കുന്നതിനെ യേശുവിന്റെ പാദം തൊട്ടപ്പോൾ ആരാധനക്കാരാക്കി മാറ്റിയെങ്കിൽ, ഇന്ന് രാത്രി ഞാൻ ദൂത് പറയുന്നു, പാരമ്പര്യത്തിന്റെ കെട്ടിൽ കിടന്ന എന്നെയും നിങ്ങളെയും സത്യാരാധനയുടെ നറുമണത്തിലേക്ക് കൊണ്ടുവന്നത് സുവിശേഷത്തിന്റെ വെളിച്ചമാണെന്ന് ഓർക്കുമ്പോൾ ഞാൻ നന്ദിയോടെ കർത്താവിനെ സ്തുതിക്കുന്നു. അതിക്രമങ്ങളാലല്ലേ മരിച്ചു കിടന്നത്? പാപത്താൽ മരിച്ചു കിടന്നില്ലേ? ന്യായപ്രമാണത്തിന്റെ കെട്ടിലല്ലേ അതിര് വെച്ചിട്ട്, പരിധി വെച്ചിട്ട്, പരിമിതി വെച്ചിട്ട്, പാരമ്പര്യത്തിന്റെ അതിര് ഇട്ടിട്ട് ഇതിനപ്പുറത്ത് പോകരുത് എന്ന് എഴുതി വെച്ച ന്യായ പ്രമാണങ്ങളെ പൊട്ടിച്ചുകൊണ്ട്, ഹല്ലേലൂയ, എനിക്കിവയെ ആവശ്യമുണ്ടെന്ന സന്ദേശത്തിന് മുമ്പാകെ ആഴിയം നോർക്കാതെ, ആഴമളക്കാതെ ഇറങ്ങി പുറപ്പെട്ട ഭക്തന്മാർ ഇതിന് നടുവിലുണ്ട്. അവർ നന്ദിയോടെ വിളിച്ചു പറയും, ഞങ്ങൾക്ക് ആരാധന സ്വാതന്ത്ര്യം തന്ന, ഞങ്ങൾക്ക് ആത്മാവിൽ ആരാധിക്കുവാൻ വെളിച്ചം തന്ന ദൈവത്തിന് സ്തോത്രം. ഞങ്ങളുടെ പാരമ്പര്യത്തിന്റെ ഇരുട്ട് മാറ്റിയ ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. രണ്ടാമത് അതിനകത്ത് കാണുന്നത് കെട്ടപ്പെട്ട ലാസറാണ്. ജീവനുണ്ടെന്ന് പേരാണെങ്കിലും മരിച്ചവനെ പോലെ നിൽക്കുന്ന ലാസർ. മുഖം മുഴുവൻ മൂടിയാണ് ലാസറിനെ കൊണ്ട് നിർത്തിയിരിക്കുന്നത്. ഇവനെ ഇങ്ങനെ കല്ലറയെന്ന് പുറത്തിറങ്ങി, ഇങ്ങനെ ചിലർ പള്ളിയിലൊക്കെ ഇങ്ങനെ വരുന്നത്, സ്തോത്രമല്ല, ജീവനൊക്കെ ഉണ്ട്, സർദീസിലെ സഭ പോലെ, പക്ഷേ തല തൊട്ട് പെരുവിരൽ വരെ ഇങ്ങനെ തുണി ചുറ്റിയിരിക്കും. ഇതിനകത്ത് എന്താ സാധനമെന്ന് സഹോദരിമാർക്കൊന്നും അറിയത്തില്ല. പുറത്ത് നമ്മൾ ഈ ആൾക്കാരെ പിടികിട്ടത്തില്ല. തല തൊട്ട് പെരുവിരൽ വരെ തുണി ചുറ്റിയിരിക്കും, മൂടുപടം ഇട്ടിരിക്കുക, കൈ അടിക്കത്തില്ല, കയ്യെ കെട്ടാണ്, കാല് കെട്ടാണ്, അല്ലെങ്കിൽ ഈ മുഖത്ത് മൂടുപടവുമാണ്. ഇങ്ങനെയുള്ള കെട്ടപ്പെട്ട ജീവിതങ്ങളുണ്ട്. ബെഥാനിയയിൽ യേശുവിൻ്റെ സ്പർശനത്താൽ അവൻ കെട്ടഴിഞ്ഞ് സ്വതന്ത്രം പ്രാപിച്ചു. മൂന്നാമത്തെ ബെഥാനിയയിലെ കെട്ടെന്ന് പറയുന്നത് അല്ലയ്യ, കുഷ്ഠരോഗിയായ ശീമോനാണ്. ശരീരത്തിൽ വീണ കെട്ടുകളാണ്. യേശു അവൻ്റെ കൂടെ പന്തിക്കിരിക്കുന്ന കാഴ്ച നാം കാണുന്നുണ്ട്. അങ്ങനെ ബെഥാനിയുടെ ശാപം യേശുവിൻ്റെ സ്പർശനത്താൽ മാറി. നാം വീണ്ടും കാണുന്നത്, സ്തോത്രമല്ലി, ഗോൽഗോത്ത കുന്നാണ്. തലയോടിടം കള്ളം നർത്തമുള്ള ഗോൽഗോത്ത കുന്നിൽ കാൽവറി നാഥൻ യേശു അവിടെ തൂങ്ങപ്പെട്ട്, ഹല്ലേലൂയ, ദൈവത്തിൻ്റെ കോപത്തിന് ഇരയായി മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേൽക്കുമ്പോൾ കാൽവറി സ്വർഗാരോഹണത്തിന്റെ സ്ഥലമായി മാറി. ഹല്ലേലൂയ, കാൽവറിയുടെ പേര് മാറി, ദൈവജനത്തിന്റെ രക്ഷയുടെ സൂചകമായി മാറി. അത് ഇന്ന് രാത്രി ഇന്നലകൾക്ക് ദൈവം മാറ്റം വരുത്തും. അതാണ് ഒന്നാമത്തെ സന്ദേശം. ഹല്ലേലൂയ. ഇന്നലകളിലെ ഇരുട്ട്, ഇന്നലകളിലെ ശാപം, ഇന്നലകളിലെ കാണപ്പെട്ട അനുഭവിച്ച അവസ്ഥകൾക്ക് ദൈവം ഇന്ന് പ്രകടമായ വ്യത്യാസം വരുത്തും. എത്ര പേർക്ക് വിശ്വാസമുണ്ട്? ഗോഡ് ഈസ് ഗോയിങ് ടു ചേഞ്ച് മൈ യെസ്റ്റർഡേസ്. എൻ്റെ ഇന്നലകളെ മാറ്റിമറിക്കുന്ന ദൈവം ഇന്നലകൾക്ക് മാറ്റം വരുത്തുമെന്ന് വിശ്വാസമുള്ളവർ ആത്മാവിൽ ആരാധിച്ചു തുടങ്ങിക്കോ. 6 ദൂതുകൾ ഞാൻ പറയാൻ പോകുക. എൻ്റെ ഇന്നലകളെ ദൈവം മാറ്റിമറിക്കും. ഇന്നലകളുടെ ഓർമ്മയില്ലാത്ത, ഇന്നലകളുടെ ഇരുട്ടിന്റെ ഹല്ലേലൂയ കട്ടിയില്ലാത്ത, ഇന്നലകളുടെ ഹല്ലേലൂയ അപായത്തിന്റെ മുഴക്കമില്ലാത്ത, ഇന്നലകളുടെ വേദനകളുടെ ഓർമ്മയില്ലാത്ത ഒരു പുത്തൻ പ്രഭാതം, ഒരു പുത്തൻ നന്മ എനിക്ക് വേണ്ടി ഇന്ന് രാത്രി വെട്ടിത്തുറക്കുവാൻ സ്വർഗത്തിന്റെ കരം ഇതിന്റെ നടുവിൽ ചലിക്കുന്നുണ്ട്. ആരാധിക്കുന്ന ജനത്തിനു വേണ്ടി, പാടുന്ന ജനത്തിനു വേണ്ടി, സ്തോത്രം പറയുന്ന ദൈവസഭയ്ക്ക് വേണ്ടി, കുടുംബങ്ങൾക്ക് വേണ്ടി ഇന്നലകളുടെ പേര് ദോഷങ്ങളെ, ഇന്നലകളുടെ ഹല്ലേലൂയ അവസ്ഥകളെ മാറ്റിമറിച്ചിട്ട് അതിനെ കീഴ്മേൽ മറിക്കുന്ന ഒരു ദൈവപ്രവൃത്തി ഇന്ന് രാത്രി ദൈവസഭയ്ക്കകത്ത് വെളിപ്പെടട്ടെ. ഓ റബലബ ശമന വൈഡമാന ഹംദരാധന. ഞാനൊരു 6 ദൂത് പറയാം, ഇന്നലകളെ മാറ്റിമറിക്കുന്ന ദൈവ സാന്നിധ്യം. ഒന്ന്, ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായത്തിന്റെ 13-ാം വാക്യം. അവിടെ ഒരു സഭായോഗം നടക്കുകയാണ്. സഭായോഗം നടക്കുന്ന സ്ഥലത്തിന് പേര് മോറിയ കുന്ന്. മോറിയ കുന്നാണ്. ഇവിടെ 3 പേരേ ഉള്ളൂ സഭായോഗത്തിന്. തിരിച്ചും മറിച്ചു വിട്ടാൽ എത്ര പേരേ ഉള്ളു? 3 പേരേ ഉള്ളു. സ്തോത്രമല്ലേലൂയ. മൂർച്ച വരുത്തിയ കത്തിയുമായി ദൈവഹിതത്തിന് ഏൽപ്പിച്ചു കൊടുത്ത, ദൈവ ആലോചനയ്ക്ക് നിന്ന് കൊടുത്ത ഒരപ്പൻ, കെട്ടിയിട്ടാൽ ഓടിപ്പോകാത്ത, അനുസരിക്കുന്ന ഒരു മകൻ, സ്തോത്രം, സ്വർഗം ചൂണ്ടി കുരുക്കിയിട്ടിടത്ത് കിടക്കുന്ന ഒരാട്. ഈ 3 പേരെ ഉള്ളായിരുന്നു മോറിയ മലയിലെ സഭായോഗത്തിൽ. ദൈവമക്കളെ, എന്തിനാ ഒത്തിരി പേര്? അനുസരിക്കുന്ന ഒരാളുണ്ടെങ്കിൽ ആരാധന വെളിപ്പെടും. സമർപ്പണമുള്ളിടത്തെ ആരാധന വെളിപ്പെടും. ഹല്ലേലൂയ. ദൈവം കുരുക്കിയിട്ടിടത്ത് കിടന്നോണം, അത് പൊട്ടിക്കാൻ ശ്രമിക്കല്ലേ. ഹല്ലേലൂയ. ഓരോ സ്ഥലങ്ങളിൽ ദൈവം നിന്നെ ആക്കിയിരിക്കുന്നത്. എന്തിനാ എന്നെ ഇവിടെ കൊണ്ടുവന്നത്? ദൈവത്തിന്റെ പദ്ധതി ഉണ്ടായിരുന്നു. നാടും വീടും വിട്ടി നാട്ടിൽ കൊണ്ടുവന്നതിന് പിന്നിൽ ദൈവത്തിന്റെ പദ്ധതിയുണ്ട്. പലപ്പോഴും ചോദിച്ചില്ലേ, എന്തേ എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ അവസ്ഥ? എന്തേ ഞാൻ അറിയാതെ എൻ്റെ കൊമ്പ് കുരുങ്ങിപ്പോയത്? അറിയാതെ എന്തേ എന്നെ ഇവിടെ കുടുക്കിയിട്ടത്? ഞാൻ മുന്നോട്ട് പോകുവാൻ കഴിയുന്നില്ല, അങ്ങോട്ട് കാല് വെച്ചാൽ തിരിയാൻ കഴിയുന്നില്ല. പക്ഷെ ഇതിൻ്റെ പിന്നിൽ ദൈവത്തിന്റെ പദ്ധതി ഉണ്ടായിരുന്നു.
ഒരു ഭക്തനെ, ഒരു ഭക്തയെ ദൈവം എവിടെങ്കിലും ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ വ്യാപരിക്കുന്ന ദൈവത്തിന്റെ കരത്തിനായി, അതിന്റെ പിന്നിൽ വെളിപ്പെടുന്ന ദൈവമഹത്വത്തിനായി ഇന്ന് രാത്രി സ്തോത്രം ചെയ്യണം. അന്നത്തെ സഭായോഗത്തിന് 3 പേര്, പക്ഷെ സ്വർഗം അതിനെ അണ്ടർലൈൻ ചെയ്തു. ഒരു പർവ്വതത്തിൽ അനുസരിക്കുന്ന ഒരു അപ്പനും അല്ലെങ്കിൽ സമർപ്പണമുള്ള ഒരു മകനും ഓടിപ്പോകാത്ത ഒരു ആടുമുണ്ടെങ്കിൽ ഈ സ്ഥലം ഞാനിങ്ങ് എടുക്കാൻ പോകുക. ഇന്നലകളെ മാറ്റിമറിക്കുന്ന ദൈവം. ചരിത്രം മുന്നോട്ട് കടന്നുപോയി. കാലത്തിന്റെ പഴക്കത്തിൽ ഹല്ലേലൂയ 2 ദിനവൃത്താന്തം 3-ാം അധ്യായം അതിന്റെ 1-ാം വാക്യം, 2 ദിനവൃത്താന്തം 3-ന്റെ 1-ാം വാക്യം നാം ഇങ്ങനെ വായിക്കുന്നത്. അനന്തരം അനന്തരം ശലോമോൻ യെരൂശലേമിൽ തന്റെ അപ്പനായ ദാവീദിന് യഹോവ പ്രത്യക്ഷനായ മോരിയ പർവ്വതത്തിൽ യെബൂസ്യനായ ഒർന്നാന്റെ കളത്തിങ്കൽ ദാവീദ് ഒരുക്കിയിരുന്ന സ്ഥലത്ത് യഹോവയുടെ ആലയം പണിയുവാൻ തുടങ്ങി. നേരത്തെ നാം പറഞ്ഞു തുടങ്ങിയ ബൃഹത്തായ ആലയം പണിക്ക് സ്ഥലം അന്വേഷിക്കുക ശലോമോൻ. 20,000 ജോലിക്കാര്, 20 വർഷം രാവും പകലും 20,000 കോടി മുതൽ മുടക്കുള്ള ആലയം ദൈവത്തിനു വേണ്ടി പണിയുമ്പോൾ സ്ഥലം കണ്ടെത്തിയത് ഇവിടെ നാം വായിച്ചല്ലോ. അനന്തരം ശലോമോൻ തന്റെ പിതാവായ ദാവീദിന് ദൈവം പ്രത്യക്ഷനായ മോറിയ പർവ്വതത്തിൽ ഹല്ലേലൂയ ഒർന്നാന്റെ കളത്തിങ്കൽ അതിനുള്ള വട്ടം കൂട്ടിയെന്ന്. വർഷങ്ങൾക്ക് മുമ്പ് ഒരപ്പനും ഒരു മകനും ഒരാടും മാത്രമുണ്ടായിരുന്ന ആരാധന സ്ഥലത്തെ സ്വർഗം അടുക്കിയ കല്ലുകൾക്ക് മുമ്പിൽ സമർപ്പണത്തിന്റെ അഗ്നി ഇറങ്ങി, സമർപ്പണത്തിന്റെ കത്തി കൊണ്ട് മുറിച്ചിട്ട് വാക്തത്വം മുറിയും, വാക്തത്വം തീരും, വാക്തത്വം ചാരമാകും എന്ന് പറഞ്ഞെടുത്ത് ഒരു പുത്തൻ വാക്തത്വം പിടിച്ചുകൊണ്ട് മല ഇറങ്ങത്തക്കവണ്ണം ദൈവപ്രവൃത്തി വെളിപ്പെട്ടു. അങ്ങോട്ട് കയറിപ്പോകുമ്പോൾ യഹോവ ഇരേ എന്ന ഒറ്റ വാക്തത്വത്തെ മുറുകെ പിടിച്ചു കയറുമ്പോൾ, തിരിച്ചിറങ്ങുമ്പോൾ തലമുറകൾക്കപ്പുറത്ത്, നൂറ്റാണ്ടുകൾക്കപ്പുറത്ത് നീണ്ടു നിൽക്കുന്ന വാക്തത്വത്തിന്റെ ഉടമയായി ഇറക്കി വരുവാൻ സ്വർഗം ആ പിതാവിനെ സഹായിച്ചത് കൊണ്ട് സഹോദരി, നീ കൈയടിച്ചപ്പോൾ നീ പോലും ഓർത്തില്ല ഇന്നത്തെ നിലയിലെത്തുമെന്ന്. അന്ന് നീ പാട്ടുപാടിയപ്പോൾ നിന്റെ ബുദ്ധിയിൽ പോലും ഇല്ലായിരുന്നു ഇതായി തീരുമെന്ന്. അത് നീ സ്വപ്നം കണ്ടതുപോലുമല്ല. കത്തും ചാരമാകും, ഇവിടെ എരിഞ്ഞടങ്ങും എന്ന് വിചാരിച്ച പലതിനെയും നിന്റെ കൈപ്പിടുതിയിൽ തന്നിട്ട് അതിന് തലമുറയെ കൊടുത്ത്, അതിന് മക്കളെ കൊടുത്ത്, അതിന് മക്കളെ കൊടുത്ത്, അതിനെ രാജ്യമാക്കി, അതിനെ പുരോഹിതനാക്കി, അതിനെ ദേശമാക്കി, അതിനെ വംശമാക്കി, അതിനെ ഗോത്രമാക്കി മാറ്റിയ ദൈവത്തിന്റെ പദ്ധതിക്കായി ഇന്ന് രാത്രി ഞാൻ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വലിയൊരു സഭാഹോൾ ഇവിടെ പണിയപ്പെടുമെന്നോ, ഇവിടെ ആള് കൂടി ഒരുമിച്ച് ആരാധിക്കുമെന്നോ, ഇവിടെ ഹല്ലേലൂയ എന്തെങ്കിലും വിശേഷമായത് കാണുമെന്നോ ഓർത്തല്ല അന്ന് ആ പിതാവ് മല കയറിയത്. വിശ്വാസത്തിന്റെ കാൽ ചുവടുകളെ പിന്തിരിക്കുവാൻ ഒരു പ്രലോഭങ്ങൾക്കും കഴിഞ്ഞില്ല. പക്ഷേ സ്വർഗം അതിന് മാർക്കിട്ടു. ഇവിടെയായിരിക്കട്ടെ ഏറ്റവും വലിയ ആലയം, ഇവിടെയായിരിക്കട്ടെ ഏറ്റവും ശ്രേഷ്ഠമായത്. ഒർന്നാന്റെ കളത്തിങ്കൽ മോറിയ പർവ്വതത്തിൽ ശലോമോൻ ആലയം പണിതു. ഹല്ലേലൂയ. അതിന്റെ 5-ാം അധ്യായത്തിൽ വായിക്കുന്നു, അന്ന് ഒരപ്പൻ, അന്ന് ഒരു ആട്, അന്ന് ഒരു മകൻ. ശലോമോൻ രാജാവും കൂട്ടരും ഹല്ലേലൂയ ഏകദേശം 1,00,000 ആടുകളെയാ അന്ന് പകൽക്കാലം ആരാധന കഴിച്ചത്. പുരോഹിതന്മാർക്ക് ശുശ്രൂഷിപ്പാൻ കഴിയാതെ വണ്ണം തുടർന്നുള്ള സംഭവങ്ങൾ വായിക്കുന്നില്ലേ? ദൈവത്തിന്റെ തേജസ് അവിടെ ഇറങ്ങി വന്നതേ. ഇന്ന് രാത്രി വിളിച്ചു പറയുന്നു, ഇന്നലത്തെ ശൂന്യതകളിലും നീ കൈയടിച്ചെങ്കിൽ ആരാധനയുടെ ഒരു വിശാലത ഇന്ന് രാത്രി സ്വർഗം ഒരുക്കുന്നുണ്ട്. എത്ര പേർ ഏറ്റെടുത്ത് കർത്താവിനെ സ്തുതിക്കോ? ഒന്നുമില്ലായ്മയിൽ നീ കൈയടിച്ചെങ്കിൽ, ഇടം വലം ആരുമില്ലാത്തപ്പോൾ നീ ആരാധിച്ചെങ്കിൽ, അന്നും കുടുംബ പ്രാർത്ഥന നടത്തിയെങ്കിൽ, നീയും നിന്റെ മകനും, നീയും നിന്റെ ഭാര്യയും, നീയും നിന്റെ മകളും, നീയും നിന്റെ കൊച്ചുമക്കളും ആ കൊച്ചു മുറിക്കകത്ത് ഒരുമിച്ച് പാടിയ പാട്ടുകളും ഒരുമിച്ച് പ്രാർത്ഥിച്ച പ്രാർത്ഥനകളും പുറലോകം അറിഞ്ഞില്ലെങ്കിലും അതിനെ അറിയുന്ന ഒരു ദിവസം തൊട്ടു മുമ്പിലുണ്ടെന്ന് ഞാൻ ആത്മാവിൽ ദൂത് പറഞ്ഞാൽ എത്ര പേർ ഏറ്റെടുത്ത് കർത്താവിനെ സ്തുതിക്കും? ഇന്ന് നീ അനുഭവിക്കുന്ന നടന്നു പോകുമ്പോൾ ആ വേദനയുണ്ടല്ലോ. ഇസ്ഹാക്കിന്റെ കഴുത്തിൽ വെട്ടുമെന്ന് പറയുന്ന കത്തിയുടെ മൂർച്ച, അബ്രഹാമേ നീ അറിഞ്ഞത് നിന്റെ ഹൃദയത്തിലാ. മകൻ ചോദിക്കുമ്പോൾ, അപ്പ ആട് വിറകുണ്ട്, കത്തിയുണ്ടെന്നൊക്കെ ചോദിക്കുമ്പോൾ മുറിവേറ്റത് ആരും അറിഞ്ഞില്ല. പക്ഷെ അകത്ത മുറിവ് പുറത്തു പറയാതെ അതിനെ ദൈവവചനം കൊണ്ട് വിളിച്ചു പറയുന്ന അപ്പന്മാർ ഇതിനകത്തുണ്ടെങ്കിൽ, നീ കേട്ട വാർത്തകൾ ഞെട്ടിപ്പിക്കുന്നതാ, നിന്റെ ചെവിക്കകത്ത് കേട്ട സന്ദേശങ്ങൾ നിന്റെ മനസ്സ് മടുപ്പിക്കുന്നതാ. പക്ഷെ അതിനെ മറയ്ക്കുവാൻ യഹോവ ഇരേ എന്ന് പറയുന്ന ഭക്തന്മാർക്കായി സ്തോത്രം. ദൈവദാസൻ ഇവിടെ നിന്ന് പാട്ട് പാടുമ്പോൾ ഞാൻ ശ്രദ്ധിക്കുക, ജീവിതത്തിൽ അനുഭവിച്ച കയ്പുകളാ ആത്മാവിന്റെ വചനങ്ങളായി അതിരത്തിൽ കൂടെ പുറത്തു വരുന്നത്. ഭക്തന്മാർ പാടിയിട്ടുണ്ട്, ഇന്നുള്ള ശോധന നൽകുന്ന വേദന, ഇന്നുള്ള ശോധന നൽകുന്ന വേദന, വിഷമമുള്ളതെങ്കിലും വിലയുണ്ടതിനു പൊന്നിലും
വിഷമമുള്ളതെങ്കിലും വിലയുണ്ടതിനു പൊന്നിലും വിശ്വസിച്ചാശ്വസിച്ച് ആനന്ദിക്കും ഞാൻ സദാ. വിശ്വസിച്ചാശ്വസിച്ച് ആനന്ദിക്കും ഞാൻ സദാ. അനാദിനാഥനേശു എൻ ദാനം, അന്യനായി ഭൂവിലെന്നാൾ ധന്യനായി ഞാൻ ക്രിസ്തുവിൽ സദാ. അന്യനായി ഭൂവിലെന്നാൾ ധന്യനായി ഞാൻ ക്രിസ്തുവിൽ സദാ. നാളുകൾ കഴിയുമ്പോൾ നിത്യത പുലരുമ്പോൾ, നാളുകൾ കഴിയുമ്പോൾ നിത്യത, ദൈവം ചെയ്തതൊക്കെയും നന്മയ്ക്കെന്ന് തെളിയുമ്പോൾ, ദൈവം ചെയ്തതൊക്കെയും നന്മയ്ക്കെന്ന് തെളിയുമ്പോൾ വ്യക്തമായി യുക്തമായി കൃപയിൻ കരുതൽ അറിയും ഞാൻ. വ്യക്തമായി യുക്തമായി കൃപയിൻ കരുതൽ അറിയും ഞാൻ. അനാദിനാഥനേശു എൻ ദാനം, അന്യനായി ഭൂവിലെന്നാൾ ധന്യനായി ഞാൻ ക്രിസ്തുവിൽ സദാ. അന്യനായി ഭൂവിലെന്നാൾ ധന്യന ക്രിസ്തുവിൽ സദാ. സ്വർഗത്തിലെന്താനം ഭദ്രം സുശോഭനം, സ്വർഗത്തിലെന്താനം ഭദ്രം സുശോഭനം. ഉലകത്തിന്റെ സ്ഥാപനം അതിനു മുമ്പ് എന്താനം, ഉലകത്തിന്റെ സ്ഥാപനം അതിനു മുമ്പ് എന്താനം. ഉന്നതൻ ക്രിസ്തുവിൽ ദൈവം മുന്നറിഞ്ഞതാ, ഉന്നതൻ ക്രിസ്തുവിൽ ദൈവം മുന്നറിഞ്ഞതാ. അനാദിനാഥനേശു എൻ ദാനം, അന്യനായി ഭൂവിലെന്നാ ധന്യനായി ഞാൻ ക്രിസ്തുവിൽ സദാ. അന്യനായി ഭൂവിലെന്നാൾ ധന്യനായി ഞാൻ. പറയാമോ? ഇന്നുള്ള ശോധന നൽകുന്ന വേദന, ഇന്നുള്ള ശോധന നൽകുന്ന വേദന. ഓ വിഷമമുള്ളതെങ്കിലും വിലയുണ്ടതിനു പൊന്നിലും, വിഷമമുള്ളതെങ്കിലും വിലയുണ്ടതിനു പൊന്നിലും വിശ്വസിച്ചാശ്രയിച്ച് ആനന്ദിക്കും ഞാൻ സദാ. വിശ്വസിച്ചാശ്രയിച്ച് ആനന്ദിക്കും ഞാൻ സദാ. അനാദിനാഥനേശു എൻ ദാനം, അന്യനായി ഭൂവിലെന്നാൾ ധന്യനായ ക്രിസ്തുവിൽ സദാ. നാളുകൾ കഴിയുമ്പോൾ നിത്യത പുലരുമ്പോൾ ദൈവം ചെയ്തതൊക്കെ നന്മയ്ക്കെന്ന് തെളിയും. ഇന്ന് ഞാൻ അനുഭവിക്കുന്ന വേദന അത് കത്തി കൊണ്ട് മുറിയുന്ന പോലെ ശോധനയാണ്, വിഷമമുള്ളതാ. പക്ഷെ ഇതിന്റെ വില പൊന്നിനേക്കാൾ വലുതാ. ഹല്ലേലൂയ. നാളുകൾ നീ നനയ്ക്കാത്ത രീതിയിൽ ഇന്നലകളെ ദൈവം മാറ്റിമറിച്ചിരിക്കും. 2 പുറപ്പാട് പുസ്തകം 2-ാം അധ്യായം 3-ാം വാക്യത്തിൽ നാം ഇങ്ങനെ കാണുന്നു. ഏകദേശം 12 വയസ്സ് പ്രായമുള്ള ഒരു പെങ്കൊച്ച്, പേര് മിരിയാം എന്നാണ്, തൻ്റെ സഹോദരനെ നോക്കിക്കൊണ്ട് കിടക്കുക. ഞാൻ കഴിവ് ഓർപ്പിച്ചതാ. അവൾ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ആ കൊച്ചു 2 കണ്ണുകൊണ്ട് കാണുന്നത് ഒരു സഹോദരൻ വെള്ളത്തിൽ നിന്ന് കയറി വരുന്നതാ. നീല നദിക്കകത്തു നിന്ന് ഒരു സഹോദരൻ രക്ഷപ്പെട്ട് കയറി വരുന്നതാ 12 വയസ്സുള്ള മിരിയാം ഇന്നലെ കണ്ടത്. പക്ഷേ ദിവസങ്ങൾ കഴിഞ്ഞു, വർഷങ്ങൾ കഴിഞ്ഞു. ഇന്ന് 92 വയസ്സ് പ്രായമുണ്ട്. അതേ 2 കണ്ണുകൾ കാണുന്നു 6 ലക്ഷം കുടുംബങ്ങൾ വെള്ളത്തിൽ നിന്ന് കയറി വരുന്നു. എത്ര പേര് എൻ്റെ കൂടെയുണ്ട്? ഇന്നലകൾ മാറ്റിമറിക്കുന്ന ഒരു ദൈവം. ഇന്നലെ നീ കണ്ണുകൊണ്ട് കണ്ടത് അവിടെയും ഇവിടെയും ഒരാൾ സ്നാനപ്പെടുന്നത്, അവിടെയും ഇവിടെയും ഒരാൾ രക്ഷപ്പെട്ടു വരുന്നത്. പക്ഷേ ഈ 2019 അവസാനിക്കുന്നതിന് മുമ്പ് ആയിരങ്ങൾ യേശുവിന് വേണ്ടി നിന്റെ ശുശ്രൂഷയില്, നിന്റെ വിശ്വാസത്തില്, നിന്റെ സഭയ്ക്കകത്ത് എത്ര പേര് എവിടേക്ക് ഉണ്ടെന്ന് എനിക്കറിയത്തില്ല. ഈ ഒമാൻ പട്ടണത്തോടുള്ള ദൈവത്തിന്റെ ആലോചന ഞാൻ ആത്മാവിൽ ദൂത് പറയുന്നു. ഇന്നലെ കണ്ട കാഴ്ചകളെ മാറ്റിമറിക്കുന്ന ഒരു ആത്മാവിന്റെ തിളക്കവും ആത്മാക്കളുടെ ഒഴുക്കും ദൈവസഭകളിൽ ഉണ്ടാകട്ടെ. വിശ്വസിക്കുന്നവർ കർത്താവിനെ സ്തുതിച്ചാട്ട്. 2019 അനേകർ സ്നാനക്കടവിലേക്ക് ഇറങ്ങുന്ന വർഷമായി മാറട്ടെ. അനേകർ വെള്ളത്തിൽ നിന്ന് കയറി വരുന്ന കാഴ്ച കണ്ണുകൊണ്ട് കാണും. വീണ്ടെടുപ്പിന്റെ ധ്വനി, ആർപ്പിന്റെ ധ്വനി, രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവസഭയുടെ ആർപ്പിന്റെ ധ്വനി കേൾക്കുന്ന ദിവസങ്ങളാ. ഹല്ലേലൂയ. വളരെ ചിന്തിപ്പിക്കുന്ന ഒരു സംഭവം കൂടെയുണ്ട്. അത് മാത്രം ഒന്ന് വായിക്കാം. 2 രാജാക്കന്മാരുടെ പുസ്തകം 6-ാം അധ്യായം അതിന്റെ 13-ാമത് വാക്യം. നിങ്ങൾ ചെന്ന് അവൻ എവിടെ ഇരിക്കുന്നു എന്ന് നോക്കുവിൻ, ഞാൻ ആളയച്ച് അവനെ പിടിപ്പിക്കുമെന്ന് അവൻ കൽപ്പിച്ചു. അവൻ ദോഥാനിൽ ഉണ്ടെന്ന് അവൻ അറിവ് കിട്ടി. ഇന്നലകൾ ഇനി ആവർത്തിക്കത്തില്ല. സ്തോത്രം ഹല്ലേലൂയ. അതാണ് നമ്മുടെ ചിന്ത, ആരംഭത്തിലെ ചിന്ത. സ്തോത്രം ഹല്ലേലൂയ. അരാം രാജാവ് ഇസ്രായേൽ രാജാവിനോട് എന്ന് യുദ്ധമാണ്. യുദ്ധത്തിന്റെ സ്ട്രാറ്റജിയൊക്കെ ഒരുക്കി അരാം രാജാവ് ഇങ്ങോട്ട് കടന്നു വരുമ്പോൾ
സ്തോത്രം. നമുക്കറിയാം 6-ാം അധ്യായത്തിലെ സംഭവം അറിയാം. 100 പേരിലധികം ശിഷ്യന്മാരുമായി പാർക്കുന്ന ഏലിശ പാർക്കുന്ന സ്ഥലം ഇടുക്കമുള്ളതായതുകൊണ്ട് ശിഷ്യന്മാർ പറഞ്ഞു, യോർദാനോളം പോയി മരം മുറിച്ച് നമുക്കൊരു വിശാലത വരുത്താം. അങ്ങനെ ആ വിശാലത വരുത്തുന്ന സംഭവമാണ് നമുക്കറിയാമത്. അതിൻ്റെ പ്രസംഗ വിഷയമല്ല. അരാം രാജാവിന് എപ്പോഴും ഇസ്രായേൽ രാജാവിൻ്റെ യുദ്ധം. അരാം രാജാവ് മുറിക്കകത്തെടുക്കുന്ന തീരുമാനം ഇസ്രായേൽ രാജാവ് അറിയും. അത് അറിയിച്ചു കൊടുക്കുന്നത് ഏലിശ എന്ന പ്രവാചകൻ. എല്ലാവരും എൻ്റെ കൂട്ടത്തിലുണ്ട്, മൗനമായിട്ടിരുന്നാലും കേട്ടാൽ മതി. സ്തോത്രം. ഹല്ലേലൂയ. ഇസ്രായേൽ രാജാവിന് അറിവ് കൊടുക്കും. അവസാനം ആരാം രാജാവിന് ഇങ്ങനെ ഹാർട്ട് അറ്റാക്ക് വരുന്നു. നമ്മൾ ശയനഗ്രഹത്തിൽ പോലും എടുക്കുന്ന സ്ട്രാറ്റജി ഒക്കെ എങ്ങനെ ഇവരറിയുന്നത്? വല്ല ചാരന്മാർ വല്ല നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടോ? അപ്പോൾ അവർ പറഞ്ഞു, അങ്ങനൊന്നും അല്ല യജമാനെ കാര്യം. അവിടെ ഒരു പ്രവാചകനുണ്ട്, പേര് ഏലിശ എന്നാ. ഏലിയാവിൻ്റെ കൂടെ നടന്ന പാർട്ടിയാണ്. പുള്ളി രാജാവ് ഉറക്കത്തിൽ പറയുന്ന കാര്യം പോലും പുള്ളിക്ക് വെളിപ്പെട്ട് കിട്ടുന്നു. അന്നൊരു കാര്യം ചെയ്യും, അവനെ പിടിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു. എവിടെ ഇരിക്കുന്ന അഡ്രസ്സ് എഴുതി, അത് നമ്മുടെ ചിന്ത ഏതാണ്, എഴുതിക്കൊണ്ട് വരാൻ പറഞ്ഞു. അവരെല്ലാം കൂടെ പോയി പുള്ളിയുടെ അഡ്രസ്സ് കൊണ്ടുവന്നു. അഡ്രസ്സ് കിട്ടിയത് അവൻ എവിടെ ഉണ്ട്? ഉറക്കെ പറഞ്ഞാട്ട്, ദോദാനിലുണ്ടെന്ന്. അതാ എൻ്റെ ചിന്താവിഷയം. ദോദാനിലോ? ഒരു പ്രവാചകൻ, ബൈബിൾ സ്കൂളൊക്കെ വെച്ച് 100 പേര് പഠിക്കുന്ന പ്രവാചകശാലയും വെച്ച് വാഴുക ആര്? ഒരു പ്രവാചകൻ. പക്ഷെ ദോദാൻ പണ്ട് അങ്ങനെ അല്ലായിരുന്നു. ഉൽപ്പത്തി പുസ്തകം 37-ാം അധ്യായത്തിന്റെ 17-ാം വാക്യം. അവർ ഇവിടെ നിന്ന് പോയി നാം ദോദാനിലേക്ക് പോകുക എന്ന് അവർ പറയുന്നത് ഞാൻ കേട്ടു എന്ന് അവൻ പറഞ്ഞു. അപ്പന്റെ ആടുകളെ മേയ്ക്കുന്ന ജ്യേഷ്ഠന്മാരുടെ ക്ഷേമം അന്വേഷിച്ചിറങ്ങുന്ന 17 വയസ്സുള്ള ഒരു യൗവനക്കാരന്റെ ചരിത്രം ഈ പറഞ്ഞു വരുന്നത്. ആട് മേയ്ക്കുന്ന ജ്യേഷ്ഠന്മാർക്ക് ക്ഷേമം അന്വേഷിക്കുവാൻ നിറമുള്ള നിലയെങ്കിലും ഇട്ടുകൊണ്ട് അപ്പന്റെ ഇഷ്ടപുത്രൻ കയ്യിൽ ആഹാരപ്പൊതിയുമായി കടന്നു ചെല്ലുമ്പോൾ, അല്ലെങ്കിൽ ശേഖേമിൽ ചെന്നപ്പോൾ അവിടെ ചേട്ടന്മാരില്ല, പുല്ലുള്ള സ്ഥലമായ ദോദാൻ തേടി പോയി എന്ന് അല്ലെങ്കിൽ അറിവ് കിട്ടി. അവിടെ ചെന്നപ്പോൾ ദോദാനിലെ സംഭവം നിങ്ങൾക്കറിയാം. ദോദാൻ ഒരു പൊട്ടക്കിണറുണ്ട്. ഒരു പ്രവാചകൻ ഇരിക്കാൻ പറ്റിയ സ്ഥലമല്ലായിരുന്നു ദോദാൻ. ഒരു സ്വപ്നക്കാരന് പോലും വാഴാൻ പറ്റിയ സ്ഥലമല്ല. ഒരു സ്വപ്നക്കാരന് 20 വെള്ളിക്കാശ് വിലയിട്ട സ്ഥലമാണ് ദോദാൻ. ഒരു സ്വപ്നക്കാരനെ കുഴിയിൽ തള്ളിയിട്ട സ്ഥലമാണ് ദോദാൻ. ഒരു സ്വപ്നക്കാരനെ നാടുകടത്തിയ സ്ഥലമാണ് ദോദാൻ. ഒരു സ്വപ്നക്കാരനെ അടിമയാക്കിയ സ്ഥലമാണ്. കാലപ്പഴക്കത്തിൽ അത് പ്രവാചകശാലയാക്കി മാറ്റിയ ദൈവത്തിന്റെ പദ്ധതികൾക്കായി ഇന്ന് രാത്രി എത്ര പേർ സ്തോത്രം ചെയ്യും? നിന്റെ സ്വപ്നം മുടക്കിയ സ്ഥലത്ത്, നിന്റെ കൃപ ചോർത്തുമെന്ന് പറഞ്ഞെടുത്ത്, നിന്റെ കയ്യടി നിർത്തുമെന്ന് പറഞ്ഞെടുത്ത് സഭ പണിയുന്ന ഒരു ദൈവത്തെ എനിക്കറിയാം. എത്ര പേർ ഇന്ന് രാത്രി ദൂതറ്റെടുക്കും? നിന്റെ ആത്മീയത്തിന് വില പറഞ്ഞെടുത്ത്, നിന്റെ കുടുംബത്തിന് വില പറഞ്ഞെടുത്ത്, നിന്റെ ആരോഗ്യത്തിന് വില പറഞ്ഞെടുത്ത്, നിന്റെ ശുശ്രൂഷയ്ക്ക് ആദരിട്ടെടുത്ത് ആത്മാവിന്റെ പ്രവൃത്തി വെളിപ്പെടുന്ന കാലങ്ങൾ തൊട്ട് മുമ്പിലുണ്ട്. ഇന്നലകളെ മാറ്റിമറിക്കുന്ന ദൈവപ്രവൃത്തിക്കായി സ്തോത്രം. ദോദാനുകൾ ദൈവപ്രവൃത്തി വെളിപ്പെടാൻ പോകുക. ഹല്ലേലൂയ. ഒറ്റപ്പെട്ട സ്വപ്നങ്ങൾക്ക് പോലും ഭാവിയില്ലെന്ന് പറഞ്ഞെടുത്ത് ഇവിടെ 100-ലധികം പ്രവാചകന്മാർ ഇരുന്ന് ആത്മാവിൽ ആരാധിക്കുന്ന, പ്രവചിക്കുന്ന, ശുശ്രൂഷിക്കുന്ന ദൈവപ്രവൃത്തിയുടെ സ്ഥലമാക്കി ദൈവം അതിനെ മാറ്റി. അത് ദൈവത്തിന്റെ പ്രവൃത്തി കുടുംബത്തിൽ വെളിപ്പെടാൻ പോകുകയാണെന്ന്. പ്രകടമായ വ്യത്യാസം. 2019 അവസാനിക്കുന്നതിന് മുമ്പ് പ്രകടമായ വ്യത്യാസം. ശുശ്രൂഷ മണ്ഡലത്തിൽ പ്രകടമായ വ്യത്യാസം. ദൈവദാസന്മാർ ഏറ്റെടുത്തോണം, കുഞ്ഞുങ്ങൾ ഏറ്റെടുത്തോണം. ഹല്ലേലൂയ. റാഡിക്കൽ ട്രാൻസ്ഫോർമേഷൻ. ആർക്കും പിടിച്ചു നിർത്തുവാൻ കഴിയാത്ത ഹല്ലേലൂയ പൊട്ടക്കിണറുകൾ ദൈവസഭയായി മാറുന്നു. ആത്മാവിൽ കണ്ട് സ്തോത്രം ചെയ്യുന്നു. പൊട്ടക്കിണറുകൾ ശുശ്രൂഷകന്മാരെ കുഴിച്ചുമൂടിയ, നിന്റെ ആത്മീയത്തെ കുഴിച്ചുമൂടിയ, നിന്റെ പാട്ടിനെ കുഴിച്ചുമൂടിയ, നിന്റെ കൃപാവരത്തെ കുഴിച്ചുമൂടിയ, നിന്റെ കയ്യടിക്ക് മാർക്കിട്ട, നിന്റെ അന്യഭാഷയ്ക്ക് വില കുറച്ച് കളഞ്ഞ സ്ഥലത്തൊക്കെ ദൈവാത്മാവിന്റെ പ്രവൃത്തി ശക്തിയോടെ വെളിപ്പെടുന്നത് ഇന്ന് രാത്രി കണ്ട് ഞാൻ സ്തോത്രം ചെയ്യുന്നു. റീബന ബരഗന ഹംദൽ കടഗന വൈഷമാന ഹംദല റിഗൽ കടഗന അഥുരി ദൽ കടഗന വൈഡമാന ഹസ്തരാധന. ഹല്ലേലൂയ. ഇവിടെ സ്വപ്നക്കാരുണ്ടാകും, ഇവിടെ ദർശനക്കാരുണ്ടാകുമെന്നേ, ഇവിടെ അന്യഭാഷ പറയുന്നവരുണ്ടാകുമെന്നേ. അല്ല, നിന്റെ കുടുംബത്തിന്റെ പോലും പേര് ചൊല്ലിയിട്ട് ഈ കുടുംബത്തിൽ നിന്ന് ഒറ്റയെണ്ണം പുറത്തു വരത്തില്ലെന്ന് കെട്ടിവെച്ചിരിക്കുന്ന കെട്ടുകൾ ഇവിടെ ഇരുന്ന് നീ കൈയടിക്കുമ്പോൾ അത് മൈലുകൾക്കപ്പുറത്ത്, കടലുകൾക്കപ്പുറത്ത് സഞ്ചരിച്ച് നിന്റെ കുടുംബത്തിനകത്ത് നിന്ന് കൃപയിലേക്ക് വരാത്തതിനെ വലിച്ചെടുക്കുന്ന ഒരു ദൈവാത്മാവിന്റെ പ്രവൃത്തി ഞാൻ ആത്മാവിൽ കണ്ട് സ്തോത്രം ചെയ്യുന്നു. എത്ര പേർ വിശ്വസിക്കുന്നു? നീ ഇവിടെ ഇരുന്ന് പാടുമ്പോൾ, ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ മൈലുകൾക്കപ്പുറത്ത് ദേശങ്ങൾ കടന്നു ചെന്നിട്ട് അന്ധകാരങ്ങളെ ആട്ടിപ്പായിച്ച് റീഗന റബൽ കടകന ചിലതിനെ വലിച്ചെടുക്കുന്ന ഒരു ദൈവാത്മാവിന്റെ ചലനം ഇന്ന് രാത്രി ഇവിടെ വെളിപ്പെട്ടു വരിക. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. അഡമാന രഗാര ബൽക്കടഗന വൈഷമാന ഹത്തരാധന. സ്തോത്രം. ഹല്ലേലൂയ. ഇന്നലകൾ ആവർത്തിക്കത്തില്ല. ഇന്നലകൾക്ക് പ്രകടമായ മാറ്റം ഉണ്ടാകും. സ്തോത്രം. മത്തായി 17:27 വായിക്കണ്ട. നമുക്കറിയാം പത്രോസ് ഭയങ്കര
ഒരു സ്കിൽഫുൾ മീൻ പിടുത്തക്കാരനാണ്. എപ്പോൾ പോയി പിടിച്ചാലും മീൻ കിട്ടും. വല എറിഞ്ഞാൽ മീൻ പിടിക്കാൻ അറിയാം. ചൂണ്ടയിട്ടാലും എന്ത് ചെയ്യും? മീൻ പിടിക്കും. സ്തോത്രം. പക്ഷേ എപ്പോൾ ചൂണ്ടയിട്ട് മീൻ പിടിച്ചാലും പത്രോസിനറിയാം ഒരു മീനിനകത്ത് എന്തോ ഉണ്ടെന്ന്. നമുക്കറിയാം ഒരാളിൽ നിന്ന് ഒരാളിനെ കണ്ട ഇതിൽ നിന്നൊന്നും നമ്മൾ പറയത്തില്ലേ സ്തോത്രമല്ലേ നസ്രയത്തിൽ നിന്ന് വല്ല ഗുണം വരുമോ അല്ലെങ്കിൽ വല്ല നന്മയുണ്ടാകുമോ എന്നൊക്കെ നമ്മൾ ആൾക്കാരെ കണ്ടാൽ ചോദിക്കത്തില്ലേ. അതുപോലെ പത്രോസ് മീൻ പിടിക്കാൻ പോയത്. പക്ഷെ പിടിച്ചിട്ട് എൻ്റെ വാ വിളിച്ച് നോക്കിയപ്പോൾ അതിനകത്ത് എന്തോ ഇരിപ്പുണ്ട്? ഒരു ചതുരദ്രഹ്മ പണം. പത്രോസിൻ്റെ ടാക്സി അടയ്ക്കാം, യേശുവിൻ്റെ കരവും കൈസർക്കുള്ള കൊടുക്കാൻ പറ്റും. ദൈവമക്കളെ അല്ലേ, നാറുന്ന കുടല് മാത്രം കണ്ട് പഴകിയെടുത്ത് വിലപിടിപ്പുള്ള ചിലത് പുറത്തു വരും. നീ പറഞ്ഞില്ലേ ആ കുഞ്ഞിൻ്റെ വായിൽ ഇനി ഒരു നല്ലതൊന്നും പുറത്തു വരത്തില്ലെന്ന്. വിശ്വസിക്കുന്ന രാത്രി വിലപിടിപ്പുള്ളത് പുറത്തു വരും. ഇവന്റെ ബുദ്ധി ഇനിയും പുറത്തു വരത്തില്ലെന്ന് എഴുതി തള്ളിയ കേസുകൾ ഇന്ന് രാത്രി ദൈവം അതിനെ വിലപിടിപ്പുള്ളതാക്കി പുറത്തെടുക്കാൻ പോകുക. എത്ര പേർക്ക് വിശ്വാസമുണ്ട് ഈ കൺവെൻഷൻ, ഈ പ്രാർത്ഥനകളൊക്കെ വെറും ചെലവല്ല? ഇതിന്റെ പിന്നിൽ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന ദൈവദാസന്മാരുണ്ട്, കരഞ്ഞ് സമയം ചെലവഴിക്കുന്നുണ്ട്. ഇതൊന്നും വെറുതെ അല്ല, ആരുടെയൊക്കെയോ അകത്തു നിന്ന് അല്ലെങ്കിൽ ഒരു നന്മ പുറത്തു വരുന്ന കാലഘട്ടമുണ്ട്. ഇത് നാറ്റം മാത്രമേ ഉള്ളൂ. ഇത് അല്ലെങ്കിൽ വിലയില്ലാത്തതാണ്. ഇതിന്റെ അതരം തുറന്നാൽ നല്ല വാക്ക് വരത്തില്ല, നല്ലൊരു സ്വഭാവമില്ല. എൻ്റെ ഭർത്താവിന് സ്വഭാവം മാറുമോ? എൻ്റെ ഭാര്യയ്ക്കൊരു വ്യത്യാസം ഉണ്ടാകുമോ? എൻ്റെ കുഞ്ഞിനൊരു മാറ്റം ഉണ്ടാകുമോ? എൻ്റെ സഹോദരന്റെ പ്രശ്നം മാറുമോ എന്ന് ചോദിക്കുന്ന ദൈവമക്കളെ, നിങ്ങളോട് ദൂത് പറയുന്നു, ഇതേ അതരത്തിൽ നിന്ന്, ഇതേ ഉള്ളിൽ നിന്ന് ചതുർദ്രഹ്മപ്പണങ്ങൾ, വിലപിടിപ്പുള്ള നാണയങ്ങൾ, മുത്തുമണികൾ, രത്നങ്ങൾ ഇതേ അതരത്തിൽ കൂടെ അന്യഭാഷ വരും. ഇതേ അതരത്തിൽ കൂടെ ആത്മാവിന്റെ പാട്ട് വരും. നിന്നെ പെന്തക്കോസിനെ നിന്ദിച്ച് അതരങ്ങൾ പെന്തിക്കോസിന്റെ വക്താക്കളായി മാറും. വചനത്തെ പുറംകാലുകൊണ്ട് എറിഞ്ഞവർ വചനം പിടിച്ചു പ്രസംഗിക്കും. ആത്മാവിനെ പുച്ഛിച്ചവർ പ്രവചിക്കും. ഹല്ലേലൂയ. ഇതിന്റെ ഉള്ളിൽ നിന്ന് തന്നെ ഉറവ പൊട്ടി പുറപ്പെടുന്നത് പോലെ കാലങ്ങളെ തിരിക്കുന്ന ദൈവപ്രവൃത്തി വെളിപ്പെടുമെന്ന് ഞാൻ ആത്മാവിൽ വിളിച്ചു പറയട്ടെ. പ്രകടമായ മാറ്റം ഉണ്ടാകുമെന്ന്. ഉൽപ്പത്തി പുസ്തകം 28-ാം അധ്യായത്തിന്റെ 10-ാം വാക്യം 11-ാം വാക്യം അതിന്റെ 18-ാം വാക്യം ഇന്നലകളെ മാറ്റിമറിക്കുന്ന. ശ്രദ്ധിച്ച് അത് കഴിഞ്ഞിട്ട് നമ്മൾ സ്തോത്രാജി എടുക്കാൻ പോവുകയാണ്. എന്നാൽ യാക്കോബ് ബർശേബയിൽ നിന്ന് പുറപ്പെട്ട് ഹാരാനിലേക്ക് പോയി. അവൻ ഒരു സ്ഥലത്തെത്തിയപ്പോൾ സൂര്യൻ അസ്തമിക്കൊണ്ട് അവിടെ രാപാർത്തു. യാക്കോബ് യാത്ര പുറപ്പെട്ടു പോവുക. അതൊന്നും കഥയൊന്നും വിശദീകരിക്കാൻ എനിക്ക് സമയമില്ല, പറയണമെന്നൊക്കെ ഉണ്ട്. പക്ഷെ നമ്മുടെ ചിന്ത മാത്രം എടുത്താൽ മതിയല്ലോ. ഇന്നലകൾക്ക് വരുന്ന മാറ്റങ്ങൾ. രാത്രി ആയപ്പോൾ തലയ്ക്ക് മുകളിൽ അല്ല സൂര്യൻ അങ്ങ് അസ്തമിച്ചപ്പോഴാണ് പുള്ളി എന്ത് ചെയ്തു? അപ്പോൾ യാക്കോബ് ഉറക്കമുണർന്നു. ഇല്ലല്ലോ, നമ്മൾ ഉറങ്ങി പോലും ഇല്ലല്ലോ. യാക്കോബ് എന്ത് ചെയ്തു? അവിടെ കിടന്ന ഒരു കല്ലെടുത്ത് നമ്മുടെ ചിന്തയിലേക്ക് അവൻ ആ സ്ഥലത്തെ കല്ലുകളിൽ ഒന്നെടുത്ത് തലയണയായി വെച്ച് അവിടെ കിടന്നുറങ്ങി. തലയണയായി വെച്ച് നല്ല തലയണ വെച്ചിട്ട് നമുക്ക് എന്താ വരുന്നില്ല? ഉറക്കം വരും. ദൈവം ഉള്ളിടത്ത് ആരും തന്നെ ഉറങ്ങിപ്പോകുന്നു. അത് പിന്നീട് വിശദീകരിക്കാൻ സമയമുണ്ടെങ്കിൽ. ആ സ്ഥലത്തെ ഒരു കല്ലെടുത്ത്, ഇനി ശ്രദ്ധിക്കണം, 3 പദങ്ങൾ ഞാൻ പറയും. സ്തോത്രം. വന്നപ്പോ തൊട്ട് ഇത് കല്ല് തടസ്സമാണ്. പക്ഷെ അവൻ തീരുമാനിച്ചു ഇതിനെ ഇങ്ങനെ തടസ്സം എന്ന് വിളിച്ച് എത്ര നാൾ ജീവിക്കും? തടസ്സത്തെ അവൻ തലയണയാക്കി. ഹല്ലേലൂയ. ഇന്നലത്തെ എൻ്റെ എവറി പ്രോബ്ലം വിൽ ടേൺ ഇൻടു എ പില്ലോ. ഇന്നലത്തെ എൻ്റെ പ്രശ്നത്തെ ഞാൻ ഒരു തലയണയാക്കാൻ തീരുമാനിച്ചാൽ സ്വർഗം അവിടെ തുറക്കും. നമ്മൾ രാവിലെ തൊട്ട് അയ്യോ കർത്താവേ, നമ്മുടെ പ്രശ്നത്തിന്റെ വലിപ്പം ദൈവത്തോട് പറയാതെ ദൈവത്തിന്റെ വലിപ്പം പ്രശ്നത്തോട് പറയണം. ഹല്ലേലൂയ. നമ്മൾ അയ്യോ എൻ്റെ രോഗം കണ്ടോ, എൻ്റെ വേദന കണ്ടോ, എൻ്റെ നിന്ന കണ്ടോ കർത്താവ് എന്ന് പറയാതെ കർത്താവിന് ഇതൊക്കെ അറിയാമെന്നേ പ്രശ്നത്തോട് പറഞ്ഞിട്ട് എൻ്റെ കർത്താവിനെ കണ്ടോന്ന്. അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന, രക്ഷിക്കുന്ന വീരനായ, സൈന്യങ്ങളുടെ ദൈവമായ, സകലത്തെയും തന്റെ ശക്തിയുള്ള വാക്കുകൊണ്ട് നിർമ്മിക്കുന്നവൻ, നിലനിർത്തുന്നവൻ, നിയന്ത്രിക്കുന്ന, സകലത്തെയും കരുതുന്ന എൻ്റെ ദൈവത്തെ എനിക്കറിയാം. നിങ്ങൾക്ക് നിങ്ങളുടെ ദൈവത്തെ അറിയാമെങ്കിൽ പിന്നെ ഭാവി ഒന്നും ഓർത്ത് ഭാരപ്പെടേണ്ട. എൻ്റെ ഭാവി അറിയുന്നവനെ എനിക്കറിയാമെങ്കിൽ എൻ്റെ ഭാവി ഓർത്ത് നമ്മൾ എന്ത് ചെയ്യണ്ട? ഭാരപ്പെടേണ്ട. സ്തോത്രം. നമുക്ക് അങ്ങ് ഈ ആകുല ചിന്തയാണ്. ആകുല ചിന്ത പെന്തിക്കോസുകാർക്ക് വിശേഷാൽ ഇപ്പം ഇച്ചിരി കൂടുതലാണ്. ഗൾഫിലുണ്ടോയെന്ന് അറിയത്തില്ല, വേറുള്ള ഇവിടുത്തെ മാത്രം ഒഴിച്ചിട്ട് ബാക്കി എല്ലായിടത്തും ഭയങ്കര ആകുല ചിന്തയാണ്. നമ്മുടെ മൊത്തം പ്രശ്നങ്ങൾ 100%. എത്ര ഉണ്ട്? പിള്ളേരൊക്കെ ഉണ്ട്, മക്കളെ കളിക്കുന്നവരെല്ലാം ശ്രദ്ധിച്ചാട്ട്. എത്ര ഉണ്ട് മൊത്തം ടോട്ടൽ പ്രോബ്ലം? എത്ര? 100. അല്പം കണക്ക് പഠിക്കാൻ പോയിനി കേട്ടോ. 100% നമ്മുടെ മൊത്തം പ്രശ്നം. അതിൽ 30% എന്ന് പറയുന്നത് വി ആർ തിങ്കിങ് അബൌട്ട് ദ പാസ്റ്റ്. ഇന്നലത്തെ കാര്യം ഓർത്തുകൊണ്ട് ഇരിക്കും. അയ്യോ എനിക്ക് സ്കൂളിൽ പോയപ്പോൾ പഠിക്കാൻ പറ്റില്ല, അന്ന് നന്നായിട്ട് പഠിച്ചായിരുന്നെങ്കിൽ നല്ല മാർക്ക്, എന്തോ ഗുണമോ, ഇനി വല്ല ഗുണമുണ്ടോ? അപ്പോൾ കളയുന്നേ. ഇപ്പോൾ 10ാം ക്ലാസ്സിൽ സർട്ടിഫിക്കറ്റ് ഇപ്പോൾ കൈ പിടിച്ചുകൊണ്ടിരിക്കാതെ അതൊക്കെ അങ്ങോട്ട് കളഞ്ഞാട്ടെ. അപ്പം എപ്പോഴും പഴയ കാര്യങ്ങൾ ഓർത്തുകൊണ്ട് അവരെന്നോട് അങ്ങനെ മിണ്ടിയില്ല, എൻ്റെ അപ്പനും അമ്മയും 2 സെൻറ്റോടെ കൂടുതൽ തന്നായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ അന്ന് അവർ അങ്ങനെ ചെയ്യും, പിന്നെ ഇതല്ലാതെ വേറൊരു കല്യാണം ആയിരുന്നെങ്കിൽ, അങ്ങനെയൊക്കെ പറയുന്നവരുണ്ട്.
അതൊക്കെ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ, അതൊക്കെ ഇനി മറന്നു കളഞ്ഞേര്, ഇനി ജീവിതകാലത്തിന് ചേഞ്ച് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഇന്ന് നമ്മൾ ഫുൾ സ്റ്റോപ്പ് ഇട്ട് വേണം. അപ്പോൾ ഈ പഴയ കാര്യം ഓർത്തോണ്ടിരുന്ന് വെറുതെ തല നിരപ്പിക്കാതെ അതങ്ങ് മാറ്റി വെക്കാം. അപ്പം മാറിയല്ലോ, പണ്ടുള്ളവയെ നിങ്ങൾ ഇപ്പോൾ ഓർക്കണ്ട. ഇനി അപ്പോൾ എത്ര പോയി കിട്ടി? ഇപ്പം ബാക്കി എത്ര ഉണ്ട്? എൻ്റെ കൂട്ടത്തിലുണ്ടേ, തോത്രാഴ്ചക്ക് ഒരുങ്ങിക്കൊണ്ടിരിക്കുക. അപ്പം ഇനി ബാക്കി 70 ഉള്ളു. അതിൽ അനദർ 30 വി ആർ തിങ്കിങ് അബൌട്ട് ദ ഫ്യൂച്ചർ. അടുത്ത 30 എന്തോർത്തോണ്ടിരിക്കുക? ഭാവി. ഇവിടെ ഇരുന്നുകൊണ്ട് ഭാവി പണി ചെയ്യുക. ദൈവമക്കളെ, അല്ല വചനം പറയുന്ന 1 ഇഞ്ച് നീളം കൊണ്ടാൻ പറ്റത്തില്ല. നാളെ ജീവിക്കുമെന്ന് അറിയത്തില്ലല്ലോ, പിന്നല്ലയോ നാളെയെക്കുറിച്ച് ചിന്തിക്കുന്നത്. അല്ലല്ലേ, അതാത് ദിവസത്തിന് അന്നത്തെ ദോഷം മതിയെന്നേ. എത്ര ആലോചിച്ച് കണക്ക് കൂട്ടി ഒരുക്കി വെച്ചാലും ദൈവം ഉദ്ദേശിച്ചത് മാത്രമേ നടക്കത്തുള്ളൂ. വചനം പറയുന്നു, മനുഷ്യന്റെ ഹൃദയത്തിൽ അനേക ആലോചനകളുണ്ട്, യഹോവയുടെ ആലോചനയോ നിവൃത്തിയാകും. സ്വർഗം എനിക്ക് വേണ്ടി കൽപ്പിച്ചതും ആകാശത്തിലെ പർവ്വജാതിക്കും അല്ലെങ്കിൽ ഈ കാട്ടിലെ മൃഗങ്ങൾക്കും കരുതുന്ന ദൈവം എനിക്ക് വേണ്ടി കരുതിയിരിക്കും. ആ ദൈവത്തെ വിശ്വസിക്കണം. ഭാവിയെ ഓർത്തുള്ള ആകുല ചിന്ത ഇന്ന് രാത്രി അവസാനിപ്പിക്കണം. നാളെയെ നടത്തുന്നവന് അവനറിയാം എന്ത് ചെയ്യണമെന്ന്. അപ്പൊ അതും പോയി കിട്ടി. ബാക്കി എത്ര ഉണ്ട്? ഇനി കണക്കും പോയി മറന്നു. ബാക്കി 40. അതിനകത്ത് 20% നമ്മൾ മറ്റുള്ളവരുടെ പ്രശ്നത്തിൽ ഇപ്പോൾ തലയിടും. ചാക്കോച്ചനും അല്ലെങ്കിൽ അവറാച്ചനും തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ട്, നമ്മൾ ഇടയ്ക്ക് നിൽക്കാൻ പോകും. അവർ ഒന്നാമത്, പിന്നെ നമ്മൾ രണ്ടുപേരുടെ ശത്രുക്കളാണ്. ഒരു ബൈബിൾ ഒരു വാക്യമുണ്ട്, തന്നെ സംബന്ധിക്കാത്ത വഴക്കിൽ ഇടപെടുന്നവൻ വഴിയെ പോകുന്ന നായുടെ ചെവിക്ക് പിടിക്കുന്നതിനെ പോലെ. ദൈവമക്കളെ, നിങ്ങളെ ഉൾപ്പെടാത്ത ഒരു കാര്യത്തിലും മെഡൽ ചെയ്യാൻ പോകരുത്. നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ നമ്മുടെ പല പ്രശ്നങ്ങളും നമ്മളെ ബാധിക്കാത്തതിനകത്ത് പോയി ഇടപെട്ടിട്ടാണ്. അവർ പറയുമ്പോൾ അത് കേട്ടു, അത് കഴിയുമ്പോൾ അവരും കേട്ടു, അതും ഇതും എല്ലാം കൂടെ കേട്ട് ആകെ പ്രശ്നമായി. അതുകൊണ്ട് അതിൽ നിന്ന് ഒഴിഞ്ഞിരിക്കും. ബാക്കി എത്ര ഉണ്ട്? അത്രയെങ്കിലും ഗുണമല്ല ഞാൻ വന്നതിന് ശേഷം. ഓക്കെ, ബാക്കി 20-ൽ 10% നമ്മുടെ രോഗങ്ങളെ നമ്മൾ തന്നെ അങ്ങ് ഡയഗ്നോസ് ചെയ്യും. നമ്മളെല്ലാം കൊച്ചു ഡോക്ടർമാരെ മാറും. തലവേദന വന്നുകൊണ്ട് പറയും, ഇതുപോലെ തന്നെ ആയിരുന്നു ചിന്നമ്മയ്ക്ക് തലവേദനയുടെ തുടക്കം. ആ തുടക്കം അവസാനം ബ്രെയിൻ ട്യൂമറായി തീർന്നു. അപ്പം നമ്മൾ തന്നെ ഒരു കൊച്ച് രോഗിയായി മാറി. എല്ലാ രോഗത്തിനും, അല്ലെങ്കിൽ ഇനി ആരോടെങ്കിലും സംസാരിച്ച് നോക്ക്, അവരെല്ലാം കൂടെ നമ്മളെ കൂടെ രോഗിയാക്കി മാറ്റും. ദൈവമക്കളെ, എല്ലാ രോഗത്തിനും നല്ല ഔഷധം കർത്താവ്. ഞാൻ ഇങ്ങനെ രോഗിയായിട്ടിരിക്കണമെങ്കിൽ അത് ദൈവത്തിന് ഇഷ്ടമാണെങ്കിൽ അങ്ങനെ ഇരിക്കട്ടെ. അതോർത്ത് ആയുസ് കളയല്ലേ. അതും പോയി കിട്ടി. ബാക്കി എത്ര ഉണ്ട്? അതിനെക്കുറിച്ച് എനിക്കൊന്നും പറയാനൊന്നുമില്ല. എന്ന് ഞാൻ ക്രിസ്തുവിലായോ അന്ന് മുതൽ പിന്തുടരുന്ന കഷ്ടത. കുറച്ചൊക്കെ ഇല്ലെങ്കിൽ എന്തൊരു സുഖമാണ് ദൈവമക്കളെ. ഇതൊക്കെ ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഇങ്ങനെയൊക്കെ നിൽക്കുന്നത്. ഹല്ലേലൂയ. കഷ്ടത ഉള്ളത് കൊണ്ട്, വേദന ഉള്ളത് കൊണ്ട്. വിശദീകരിക്കാം. ഹല്ലേലൂയ. ഓക്കെ, അപ്പം യാക്കോബ് തടസ്സത്തെ തലയണയാക്കാൻ തീരുമാനിച്ചു. ഇന്നലത്തെ തടസ്സം എൻ്റെ തലയണയായി മാറുമ്പോൾ ആകാശത്തിൻ്റെ തുറന്ന വാതിലും ഹല്ലേലൂയ വച്ചിറക്കുന്ന കോവേണിയും വെളിപ്പെട്ടു വന്നു. അപ്പം ഇന്നലെ ഇത് തടസ്സം, ഞാൻ എന്ത് തീരുമാനിച്ചു? ഞാനിതിനെ തലയണയാക്കി. എൻ്റെ ആശ്വാസമാണ്. നമ്മുടെ വേദനയെ നോക്കി പറയണം, ഇതെൻ്റെ ആശ്വാസമാണ്. എന്തു നിങ്ങളെ ദുഃഖിപ്പിക്കുന്നോ അതെൻ്റെ ആശ്വാസം എന്ന് പറയണം. ഹല്ലേലൂയ. അതിനെ ഓർത്ത് പഴി പറയാനും മുടിവിച്ചു പറിക്കാനും ഇസ്രായേൽ മക്കളെ പോലെ പരാതി പറഞ്ഞ് മുറുമുറുത്ത് പിറുപിറുത്ത് ആയുസ് മരുഭൂമിയിൽ അലഞ്ഞു കളയാതെ വേദനയെ നോക്കി പറയണം, നീ എൻ്റെ ആശ്വാസമായി മാറും. ഈ കഷ്ടത, ഇന്നത്തെ വേദന ഞാൻ ഓർപ്പിച്ചല്ലോ, ഇതെന്റെ ആശ്വാസമായി മാറും. ഈ നിന്ന എൻ്റെ അഭിമാനമായി മാറും. ഈ താഴ്ച എൻ്റെ ഉയർച്ചയായി മാറും. ഈ കല്ല്, ഈ തടസ്സം, ഈ പ്രോബ്ലം എൻ്റെ തലയണയാണെന്ന് പറയണം. അത് നാളെ, അതാ വായിച്ചത് 18-ാം വാക്യം. യാക്കോബ് അതികാലത്ത് എഴുന്നേറ്റ് തലയണയായി വെച്ചിരുന്ന കല്ലെടുത്ത് തൂണായി നിർത്തി. തലയണ, ഇന്നലെ ഇത് തടസ്സം, ഞാൻ അത് തലയണയാക്കി. നാളെ ഇത് ആലയത്തിലെ തൂണായി മാറും, എണ്ണയൊഴുകുന്ന കല്ലായി മാറും. Hallelujah. It was a problem turned into a pillow and it will turn into a pillar in the house of the Lord. നാളെ ഇത് ആരാധനയുടെ തൂണായി മാറുമെന്ന്, ദൈവാലയത്തിലെ എണ്ണയൊഴുകുന്ന കല്ലായി മാറുമെന്ന് വിശ്വസിക്കുന്നവർക്ക് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. നിങ്ങളുടെ വേദനകളെ നോക്കി വിളിച്ചു പറഞ്ഞാട്ടെ, ഇത് നാളെ ആലയത്തിലെ ആരാധന വിഷയമായി മാറും. ഇത് നാളെ അഭിഷേകത്തിന്റെ എണ്ണയൊഴുകുന്ന, കൃപയുടെ ജ്വലനമൊഴുകുന്ന, എണ്ണയൊഴുകുന്ന കല്ലായി മാറും. ഇന്നലത്തെ തടസ്സം, ഇന്നലത്തെ രോഗം, ഇന്നലത്തെ വേദന, ഇന്നലത്തെ നിന്ന, ഇന്നലത്തെ ആക്ഷേപം, ഇന്നലത്തെ അപമാനം, ഇന്നലത്തെ ഒറ്റപ്പെട്ടത്, ഇന്നലെ ഒറ്റിക്കൊടുക്കപ്പെട്ടത്, ഇന്നലെ കൂട്ടം തെറ്റിപ്പോയത്, ഇന്നലെ നഷ്ടമായത്, ഇന്നലെ ഒഴുകിപ്പോകേണ്ടി വന്നത്, ഇന്നലെ ഇരുന്നു പോയത്, ഇന്നലെ കിടപ്പിലായത്, നാളെ എൻ്റെ ആലയത്തിൽ സാക്ഷ്യത്തിന് വകയായി മാറും. ഇത് ആരാധന വിഷയമായി മാറും. ഹല്ലേലൂയ. ഇന്നലകളെ മാറ്റിമറിക്കുന്ന ദൈവം. യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം 39-ാം വാക്യം വായിക്കുന്നു. കല്ലറയ്ക്ക് നിൽക്കുന്ന സഹോദരിമാർ പറയുന്നു, യേശു അടുക്കണ്ട, നാറ്റം വെച്ചിരിക്കുന്നു. സ്വന്തം പെങ്ങള് പോലും ഹോപ്പ് നഷ്ടപ്പെട്ട വിഷയമാണ്. മരണം കഴിഞ്ഞു 4 ദിവസമായി. പക്ഷേ
6 ദിവസം കഴിഞ്ഞിട്ട് യേശു വീട്ടിലേക്ക് വന്നു. 12-ാം അധ്യായത്തിന്റെ 1-2 വാക്യങ്ങൾ നാം ഇങ്ങനെ വായിക്കുന്നു. യേശു മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച ലാസർ പാർത്ത ബെഥാനിയയിലേക്ക് യേശു പെസഹയ്ക്ക് 6 ദിവസം മുമ്പേ വന്നു. അവിടെ അവർ അവൻ ഒരു അത്താഴം ഒരുക്കി. മാർത്ത ശുശ്രൂഷ ചെയ്തു. ലാസറോ അവനോടുകൂടെ പന്തിയിൽ ഇരുന്നവരിൽ ഒരുവനായിരുന്നു. അപ്പോൾ മറിയ വിലയേറിയ സ്വച്ഛജഡമാംസി തൈലം എടുത്ത് ഒരു റാത്തലെടുത്ത് യേശുവിന്റെ കാൽക്കൽ ഒഴിച്ചു. തന്റെ തലമുടി കൊണ്ട് കാൽ തുവർത്തി. ശ്രദ്ധിക്കുക, അടുത്ത വാക്ക്, തൈലത്തിന്റെ സൗരഭ്യം കൊണ്ട് വീട് നിറഞ്ഞു. ഇന്നലെ നാറ്റമെന്ന് എല്ലാവരും കേൾക്കെ വിളിച്ചു പറഞ്ഞു. അതേ വീട് സൗരഭ്യം കൊണ്ട് നിറഞ്ഞു. ഇന്ന് രാത്രി അല്ലെങ്കിൽ ഇന്നലകളെ മാറ്റിമറിക്കുന്ന ദൈവം ഇരുണ്ട ഗലീലകളിൽ ദൈവത്തിന്റെ പാദസ്പർശനമേറ്റപ്പോൾ ഗലീല വെളിച്ചത്തിന്റെ നാടായി മാറി. കുഷ്ഠരോഗികൾ സൗഖ്യമായി. അതെ, യേശുവിന്റെ യാത്ര നോക്കൂ. കുഷ്ഠരോഗികൾ സൗഖ്യമായി, കുരുടർക്ക് കാഴ്ച ലഭിച്ചു, കൂനർ നിവർന്ന് ആരാധിക്കാൻ തുടങ്ങി, ഭൂതഗ്രസ്തന്മാർ അലറി ഓടുവാൻ തുടങ്ങി, അന്യായത്തങ്ങൾ ശാസിക്കപ്പെട്ടു. ഹല്ലേലൂയ. മക്കൾക്ക് വിടുതൽ, പ്രായമുള്ളവർക്ക് വിടുതൽ, 5000-ങ്ങൾക്ക് ആഹാരങ്ങൾ ഒക്കെ കൊടുക്കത്തക്കവണ്ണം ഗലീല പട്ടണങ്ങളെ മാറ്റിമറിച്ച ദൈവ സാന്നിധ്യം ഇന്ന് രാത്രി ഗലീലയിൽ വീണ വെളിച്ചം നിങ്ങളുടെ വീട്ടിലും വെളിപ്പെടാൻ പോകുക. നാം ഒരു പാട്ട് ചേർന്ന് പാടി കർത്താവിനെ സ്തുതിക്കുമ്പോൾ കർത്താവിനുള്ള വഴിപാടുകൾ സ്തോത്രത്തോടെ അർപ്പിക്കാം. കർത്താവ് നിങ്ങളെ ധാരാളമായി സഹായിക്കട്ടെ.